കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പുണ്യനാമത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കായി, എല്ലാ നൽവരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. തമ്പുരാനെ, നാളും നാഴികയും അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുവാൻ അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. തിരുവചന സത്യങ്ങൾക്കനുസൃതമായ കാലങ്ങളെ വിവേചിച്ചറിയുവാൻ്റെ കൊണ്ട് ആവശ്യമായ കൃപ ഉയരത്തുന്ന പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. ദൈവനാമഹത്വത്തിനായി അങ്ങയുടെ സന്നിധിയെ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കുരിശിന്റെ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് വിളിച്ചപേക്ഷിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 145 ഗീതം, അതിൻ്റെ ആദ്യത്തെ 4 ചരണങ്ങളും അവസാനത്തെ ചരണവും. Hymn number 145, first 4 stanzas and the last. നിനക്കായൻ ജീവനെ മാര കുരിശിൽ വെടിഞ്ഞ മകനേ, ദിനവും ഇതിനെ മറന്നു പോവിനി വസിപ്പതെന്തു മണിയേ. ദിനവും ഇതിനെ മറന്നു പോവിനി വസിപ്പതെന്തു മണിയേ. നിനക്കായൻ ജീവനെ കുരിശിൽ വെടിഞ്ഞ മകനേ, വെടിഞ്ഞു ഞാൻ എൻ്റെ പരമമോദം ലഖിലവും നിന്നെ കരുതി. നിന്റെ കഠിന പാവത്തെ ചുമന്നൊഴിപ്പതി വേഷം ഞാൻ എടുത്തു. നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനാടിമ വേഷം ഞാൻ എടുത്തു. നിനക്കായൻ ജീവനെ മാര കുരിശിൽ വെടിഞ്ഞ മകനേ, പരമതാതന്റെ തിരുമുൻപാകെ ദുരിതഭാരത്തെ ചുമന്നും കൊണ്ടു പരവശനായി തളർന്നു ചോരത്തുള്ളി പോലൊഴുകി. കൊണ്ടു പരവശനായി തളർന്നൻ വിയപ്പു ചോരത്തുള്ളി പോലൊഴുകി. നിനക്കായൻ ജീവനെ മാര കുരിശിൽ വെടിഞ്ഞ മകനേ, പെരിയോരു കുരിശെടുത്തു കൊണ്ടു ഞാൻ കയറി കാൽവരി മുകളിൽ. ഉടൻ കരുത്തെഴുന്നവർ പിടിച്ചിഴച്ചെന്നെ കിടത്തിവൻ കുരിശിന്മേൽ. ഉടൻ കരുത്തെഴുന്നവൻ പിടിച്ചിഴച്ചെന്നെ കിടത്തിവൻ കുരിശിന്മേൽ. നിനക്കായൻ ജീവനെ മാര കുരിശിൽ വെടിഞ്ഞ മകനേ,
ഒരിക്കലും എൻ്റെ പരമസ്നേഹ മറക്കമോ നീ കോർത്താൻ നിന്മേൽ കരളലിഞ്ഞു ഞാൻ നിവാസകലവും സഹിച്ചൻ ജീവനെ വേടിഞ്ഞു നിന്മേൽ കരളലിഞ്ഞു ഞാൻ നിവാസകലവും സഹിച്ചൻ ജീവനെ വേടിഞ്ഞു നിനക്കായ ജീവനെ കുരിശിൽ വേടി മകനീ. ചൊവ്വാഴ്ച സന്ധ്യയിലെ നമസ്കാരം പുറം 67, പേജ് നമ്പർ 67. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റി ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനേ, ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മിശിഹാ തമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതി നിനക്കു താതനു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. മേലുള്ള ഊശാലേം വാതിൽ തുറന്നിട്ടു മശിഹാ സിംഹാസനെ പ്രാർത്ഥനയെത്തണമേ. ശരണവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് കിടക്കുക ശംസിക്കുന്ന പോലെ കിടങ്ങളെ ദോഷം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, നിന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് ആദിഭൂതങ്ങളും പ്രകൃതിയും ഇളകുകയും വിറക്കുകയും ചെയ്യുന്നത് പോലെ നിന്റെ ന്യായവിധിയെ ഓർത്ത് ഞങ്ങൾ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുമാറാകണമേ. അന്ത്യദിവസത്തെ കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ നിലനിർത്തണമേ. നിന്നെ ക്രൂശിച്ചവനോടുകൊണ്ട് ഞങ്ങളെ ഗണിക്കാതെ നിന്നിലും രക്ഷാകരമായ നിന്റെ പീഡാനുഭവങ്ങളിൽ ഏറ്റുപറഞ്ഞ ഞങ്ങളെ നീ സ്വീകരിക്കണമേ.
ദുഷ്ടന്മാർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അതിവേദനകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഓശോ ആമേൻ. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പ്രാർത്ഥിക്കുന്നു. സർവലോകങ്ങളുടെയും നാഥനായിരിക്കെ ദാസനിൽ നിന്ന് ചകിട്ടിൽ അടികൊണ്ടവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദാസ്യത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ദാസനായി തീർന്നവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വാഭാവികമായി നാഥനായിരിക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഷ്ടതകൾ അനുഭവിച്ചവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ വർഗത്തിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുകയും ഞങ്ങളുടെ കഷ്ടതകളെ മായ്ക്കുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സാക്ഷാൽ നാഥനും തന്റെ രക്തത്താൽ വഴിതെറ്റിൽ നീ ഞങ്ങളെ രക്ഷിച്ചവനുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലത്തിന്റെ ദുഷ്ടരാൽ അവമാനിക്കപ്പെടുന്നത് കാണുമ്പോൾ സങ്കടപ്പെടാത്തവനും വിലപിക്കാത്തവനും ആരുള്ളൂ? സ്ഥലത്ത് മനസ്സോടെ കഷ്ടത സഹിച്ചു തന്റെ മുഖത്ത് അവർ തുപ്പിയപ്പോൾ താൻ കോപിക്കാതെ സന്തോഷമുള്ളവനായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഉയർന്നിരിക്കുന്ന കയ്യഫയെ നോക്കുക, അവരവനെ നിന്റെ ഉടനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് കരയുക. രക്തത്തിനായി ദാഹിച്ചിരിക്കുന്ന ബുദ്ധിശൂന്യരെ തന്റെ സകല തിന്മകൾക്കും പകരം അവനെ അവമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തക്കവണ്ണം അടികൊള്ളുന്ന ഇവനെന്ത് കുറ്റം ചെയ്തു? തിന്നതങ്ങളെ പ്രഭന്മാരും ശ്രാഫന്മാരും ആരും മുറയ്ക്കുന്നു. ആയവൻ താഴെ ഭൂമിയിൽ കഷ്ടം സഹിച്ചത് ഏറ്റവും അതിശയനീയവും അത്ഭുതകരവുമാകുന്നു. തിരുവിഷ്ടത്താൽ കഷ്ടപ്പാടിന് വരികയും സ്വന്തം കഷ്ടപ്പാടിനാൽ തന്റെ സദോകാരങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്ത ദൈവത്തിന്റെ സ്തുതി പാടുക. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കഷ്ടതകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനും വേദനകളിൽ നിന്ന് അകന്നിരിക്കുന്നവനുമായിരിക്കെ നമ്മുടെ കഷ്ടതകൾ വഹിപ്പാനും വേദനകൾ സഹിപ്പാനുമായി തന്റെ സ്ഥലത്തു നിന്ന് ഇറങ്ങി വന്നവനും തന്നെ ക്രൂശിൽ തളിച്ചവനെ തന്റെ നീതിയാൽ ചിതറിച്ച കൃപയാൽ തന്റെ ആരാധനക്കാരെ കൂട്ടിച്ചേർത്തവനുമായ വിശ്വാസംബ്രാനും പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുഷ്കാലം ഒക്കെയിലും സ്ത്രീയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ വബുക്കുല ശുഭാനില്ലവൽമീ. സകല ജ്ഞാനത്തിനും അതീതനും ജീവനുള്ള വചനവുമായ ദൈവമായ കർത്താവേ, സാത്താന്റെ കണികളിൽ കുടുങ്ങിയ നിന്റെ സ്വരൂപത്തോട് അനുകമ്പ തോന്നി നീ പൂർണ്ണ മനുഷ്യനായി തീർന്നു. വിസ്മയനീയമാവണ്ണം ദൈവത്വവും മനുഷ്യത്വവും ഏകീഭവിച്ചവനായി നീ ലോകത്തിൽ വസിച്ചുവെങ്കിലും യഹൂദ പ്രമാണികൾ നിന്നെ തിരിച്ചറിയുകയോ നിന്റെ വചനം ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ പൂർവ്വ സൗന്ദര്യം തിരികെ വരുത്തുവാൻ വന്ന സൗന്ദര്യവാനെ മനുഷ്യരിൽ വിരൂപൻ എന്ന് നീ വിളിക്കപ്പെട്ടു. ഞങ്ങൾ പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നിന്റെ ശരീരത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ചുമന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകി. ബന്ധനങ്ങളിൽ നിന്നും ന്യായാസനത്തിൽ നിന്നും ഒളിച്ചോടിപ്പോകാതെ പ്രവചന നിവൃത്തിയായി നിന്റെ ദേഹം ദണ്ഡനത്തിനും കവിൾത്തടം മടികൾക്കും മുഖം തുപ്പലിനും ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ കൈകാലുകൾ അണിനിരപ്പാനും വിലാവ് കുത്തിത്തുറപ്പാനും കയ്പ് കാടി രുചിപ്പാനും വസ്ത്രം ചീട്ടിട്ടെടുപ്പാനും ഏൽപ്പിച്ച് കൊടുത്തു. നിന്നയുടെ ക്രൂശിൽ നീ തൂക്കപ്പെട്ടു, അധർമ്മികളോടുകൂടെ നീ എണ്ണപ്പെട്ടു. അങ്ങനെ പിതാവിന്റെ ഇഷ്ടം നിന്നിൽ നിവൃത്തിയായി. ഇത് നിമിത്തം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അസഹനീയമായ കഷ്ടതകളും ദുഃഖങ്ങളും ഞങ്ങൾ അകറ്റണമേ. അകൃത്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായ അനുതാപവും പാപമോചനവും നൽകണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു. ഓശോ ഉപമകളാലിന്നേ ദിവസം ദേവാലയത്തിൽ ഉപധ്യായക്കും പ്രീശക്കും കർത്താവരുളി പല പാഠം
നീതി കെട്ടവരെ അയ്യോ വിളിച്ചുണർത്തി യൂദർക്കു വരുന്നോരു വേദന വെളിവാക്കി ന്യായവിധി നാളിൽ നിന്നോട് വലഭാഗേ ഞങ്ങളും സാനന്ദം നിന്നിടുവാൻ കൃപ അരുളേണം നാഥ. ഹല്ലേലൂയ. പാടും ഞങ്ങൾ മോക്ഷേ കുഞ്ഞാട്ടിൻ കല്യാണത്തിനോഹരിയുള്ളോ ധന്യരെന്നിഴുതുകയെന്നരുളിയ രക്ഷകനെ എന്നെയും നിൻ കല്യാണശാലയിൽ നിർമ്മല വസ്ത്രം ധരിച്ചുൾപോകേക്കാം സ്വയനീരീൻ വസ്ത്രം അഴുക്കും കീറിയതും ആയതു ധരിച്ചു നിൻ ശാലയിൽ ഇരിപ്പാൻ ഭയമയ്യോ. ഹല്ലേലൂയ. ആശ്രയം നീ എനിക്ക്. ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഞങ്ങളെ പോലെ മനുഷ്യനായി തീർന്നു ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി പീഡയേറ്റവരും ഉന്നതനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിസാരന്മാരായ ഞങ്ങളുടെ യാചന സ്വീകരിക്കണമേ. നിന്റെ മഹാത്മ്യ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ജീവൻ നൽകുന്ന നിന്റെ കൽപ്പനകൾ ആചരിക്കുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കൈകൾ സൽപ്രവർത്തികൾക്കുള്ള ഉപകരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ നടപടികൾ നിന്റെ കൽപ്പനയ്ക്ക് ഒത്തതുപോലെ ശരിപ്പെടുത്തണമേ. നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാൽ ഞങ്ങളുടെ വിചാരങ്ങളെയും നിന്നെക്കുറിച്ചുള്ള സ്തുതികളാൽ ഞങ്ങളുടെ അധരങ്ങളെയും നാവുകളെയും കാത്തു രക്ഷിച്ചു കൊള്ളണമേ. കർത്താവേ, നിന്റെ സത്യത്താൽ ഞങ്ങളെ എല്ലാവരെയും എന്നേക്കും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടകാഴ്ച ദൈവപ്രഭയിൽ താൻ മനസ്സോടെ ജഗത്തിൽ മനുഷ്യ കർത്താവിനാളിൽ വിട്ടുതാ മരണ സഹിപ്പാൻ ശക്തി ലഭിപ്പാൻ ആശ്രയിച്ചിടുന്നു. ദുഷ്ടരിൽ നിന്നോ കൈ
കഷ്ടതൂപ്പൽ മനസ്സോടെ പാൻ നീ വന്നതിനാ ഞങ്ങളുവായികൾ വഴി തോന്നി എന്നും സ്തോത്രം. തന്നീടുന്നേ നിനക്കായി എന്നോട് ദേഹം ദേഹികളെ ഞാൻ എന്നെ സ്നേഹിച്ച് വന്നിടുന്നേ മരണം സഹിപ്പാൻ വന്ന പണ്ടു മിസ്രയീമിൽ നിത്യമായ അടിമയിൽ കിടന്ന കണ്ടു ദൈവം കൊണ്ടുപോകും വഴിയിൽ സമുദ്രം കൊണ്ടുപോവാൻ വനത്തിൽ മന്ന എന്നോരു ഭോജ്യം വീണ്ടും വിടർന്ന പാറയും ജലവും പാനം ചെയ്യുവാൻ സന്ധിച്ചിങ്ങനെ വാത്സല്യത്താതെ മറ്റു മനവധി നന്മകൾ അവർക്കവൻ കൊടുത്തു പിന്നെ മറ്റു മമനെ തള്ളി വിളിക്കവസ്കീപ്പ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അരുൾക ദേവ അനുഗ്രഹിക്കാം മധ്യസേതം വരുത്തേ ദൈവമായ കർത്താവേ, ഞങ്ങളോട് മോറാനേശ്വസിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചുകളയരുതേ. ഞങ്ങൾ പാപികളാവുന്നു, ഞങ്ങളെ പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വേദന മരണത്താ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് വന്നും
ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പീഡാനുഭവത്താലേ വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിച്ച മിശിഹാതമ്പുരാനേ, വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിതമ്പുരാനേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മിശിഹാതമ്പുരാനേ, വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിതമ്പുരാനേ, ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പീഡാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ച മിശിഹാതമ്പുരാനേ, വഴിതെറ്റിൽ ഞങ്ങളെ രക്ഷിതമ്പുരാനേ, ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മിശിഹായേ, നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾ ശരണമേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. ഇഷ്ടസ്ഥലത്തിലെ പൂർവ്വഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഒന്നാം പാഠഭാഗമായി സംഖ്യാപുസ്തകം 21 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 21 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ അറ്റേരോ വഴിയായി വരുന്നുവെന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ ആരാധനോദാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ ഒരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു, കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേരായി. പിന്നെ അവൻ ഏദോം ദേശം ചുറ്റിപ്പോകുകയും ഹോർ പർവ്വതത്തിൽ നിന്ന് ചേരൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴിനിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം നിങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു.
യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താഴെ സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഓബോത്തിൽ പാളയം ഇറങ്ങി. ഓബോത്തിൽ യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ അബീരാമിൽ പാളയം ഇറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരേദ് താഴ്വരയിൽ പാളയം ഇറങ്ങി. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 64-ാമത്തെ ഗീതം, ഹിം നമ്പർ 64. ആടുകൾക്കു വേണ്ടി ജീവനെ വെടിഞ്ഞതാ, ദേവാട്ടിൻ കൂട്ടിയെ നിനക്കനന്തവന്ദനം, ദേവാട്ടിൻ കൂട്ടിയെ നിനക്കനന്തവന്ദനം. കാടു നീളെ ഓടിയാടലോടുഴന്നിടും കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം, കുഞ്ഞാടുകൾക്കഭയമാം നിൻ പാദം വന്ദനം. ഭീതി പോക്കി ആടുകൾക്കു മുന്നടന്നു നീ, സംപ്രീതിയായി നടത്തിടും കൃപയ്ക്കു വന്ദനം, സംപ്രീതിയായി നടത്തിടും കൃപയ്ക്കു വന്ദനം. പച്ചമേച്ചിലും പ്രശാന്ത തോയവും സദാ നിവീഴ്ച എന്നിയെ തരുന്ന തോർത്തു വന്ദനം, നിവീഴ്ച എന്നിയെ തരുന്നതോർത്തു വന്ദനം. താതപുത്രനാത്മനാ ത്രിയേക ദൈവമേ, സർവാത്മനാം നിനക്കനന്ത കീർത്തനം സദാ, സർവാത്മനാം നിനക്കനന്ത കീർത്തനം സദാ. 2-ാം പാഠം വായിക്കാം. രണ്ടാം പാഠമായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എഫേസ്യർ 2. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന്
ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആവുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായ സകല പ്രവർത്തികളായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോകേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാരെന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവേൻ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിക്കുവാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോടെ നിരപ്പിക്കാനും തന്നെ. അവൻ വന്ന് ദൂരസ്ഥനായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരുന്നു നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിനെ ആത്മാവിലാൻ ഒന്നിച്ച് പണിതു വരുന്നു. 1-2 പാഠങ്ങൾ അവസാനം. നീതിമാനും പരിശുദ്ധനുമായ ദൈവമായ കർത്താവെ, ഞങ്ങളെ രക്ഷിപ്പാൻ നീതികെട്ടവരിൽ നിന്ന് നീ അവമാനവും പരിഹാസവും തുപ്പലും സഹിച്ചു. ഞങ്ങളുടെ നാഥനായ ദൈവമേ, നിന്റെ അനുഗ്രഹങ്ങളായി ഞങ്ങൾ അയച്ചുകൊള്ളുന്നു. ഞങ്ങൾ നിന്റെ രാജ്യത്തിൽ ഉത്സാഹമുള്ള വേലക്കാരും നിന്റെ തോട്ടത്തിൽ മേച്ചതും പ്രശസ്തമായ മുന്തിരിവള്ളികളും പ്രിയപ്പെട്ട നടുതലകളും തടിച്ച് കൊഴുത്ത കാട്ടുകുട്ടികളും തെരഞ്ഞെടുക്കപ്പെട്ട യജ്ഞങ്ങളുമായി തീരണമേ. കർത്താവെ, നിന്നോടൊപ്പം മഹത്വം നേടുവാനും പ്രപഞ്ച വികാരങ്ങൾ കുരിശിക്കപ്പെട്ടവരാകുവാനും സത്യജീവനായ നിന്നാ ജീവിപ്പാൻ തക്കോണം പിടിപ്പോടും വിശുദ്ധിയോടും തകർന്ന ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ നിന്റെ വീടാനുഭവങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്നെ ചൂടാനും നിനക്ക് സമ്മനായിരിക്കുന്ന പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ കീർത്തനങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. നീതിക്കുമ്പോൾ നാദാ ഞങ്ങളെ വിധിച്ചിടരുതേ. ദൈവമായ കർത്താവേ, കുലത്തെ നിന്നെ താഴ്ത്തിയ സ്നേഹമൻ മാത്രം നീ വസിച്ചിടാവേ. പോലെ നിന്നെ താഴ്ത്തി നീ ക്രൂശിൽ മരിച്ചു സ്നേഹിച്ചങ്ങളെ. ചെയ്യണമേ.
ഇന്നാളിൽ നിന്റെ ഉപമാകളാലെ വരുമേനാശം നീ ചന്നതാലേ ചെയ്യോ യോന്ദജനങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിച്ച ഉല്ലാസമോടെ ചാഞ്ചാടും അയ്യോ കഷ്ടം നിന്റെ കാന്തൻ അറിഞ്ഞില്ലേ നീ കണ്ണുള്ളന്താമാക്കി വിശ്വാസത്താൻ വലിക്കുന്നു നിൻകാന്തനുരികെ വരിക വേഗം ഈ വണ്ണമേശ മന്നീരം തന്നിൽ നിന്നുരച്ചാറേ ചാരിന്മാരും ശാസ്ത്രികളും ഭയമേതുമില്ലാതവനെ ക്രൂശിൽ ഉയർത്താൻ ജനത്തെ ഇളക്കിടും ചെയ്യണം കഷ്ടദസ്കീപ മരണത്താൽ തൻ ജനത്തെ രക്ഷിപ്പാൻ വന്നാനേ സഹിച്ചാനേ യോഗ്യൻ മരണബലത്തെ മായി ചങ്ങളെ ജീവിപ്പിക്കാം ഞങ്ങൾക്കായതി കഷ്ടതകൾ ഏറ്റൊരു നാദാ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയും പങ്കുവന്നേ രാജോകഴിയും നൽകണമേ കർത്താവേ യേശുദേവ കുഞ്ഞാടേ സ്നേഹമാനിൻ തോളിൽ എൻ്റെ ഭാരം നീ ചുമന്നയോ വേദനയോടെ നീസേ ചുമന്നതിലേറെ വീണ്ടെന്നെ സ്നേഹിക്കും ഞാൻ നിന്നെയെന്നും മോചനം നീ എനിക്കരുളിയതാ മാർത്തവേ വെടിയും നേൻ പാഹബോലാസം എനിക്കായി പ്രതിപകരം തരുവാനേതും ഇല്ലേ സ്നേഹിക്കുക എന്നെ മരണത്തിലോ ജീവനാലും
എന്നിൽ നീ മഹിമപ്പെടുക. ഞാൻ എനിക്കിനിയും ജീവിക്കാം, എന്നിൽ നീ ജീവിക്കണം. പ്രേക്ഷയും നീബ്യരിൻ മാർമ്മമല്ല നിവർത്തിച്ചെനിക്കായി ക്രോശിൽ നീ സ്വസ്ഥത എനിക്കായി നേടിയതാൽ സ്നേഹിക്കും ഞാൻ നിന്നെ എന്നും. വൈരികളെന്നോട് എതിർപ്പായുവാൻ ധരിക്കും നിന്നോട് സ്നേഹം ഞാൻ. അരികിൽ നിന്നു നീ എനിക്കെന്നും ധൈര്യം തരണമേ കർത്താവേ. നിനക്കും താതനുവായിട്ടും സ്തുതിയുണ്ടാവട്ടെ. മുപ്പത്തിയെട്ടാം പുറത്തുള്ളതായ സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നിന്റെ സങ്കേതവും കോട്ടയെ ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ ദൂരൽ കൊണ്ടോ നിന്നെ മറിക്കും. അവന്റെ ചിറകിൻ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ മണ്ണിൽ കൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും കൂടാരത്തിലെടുക്കുകയുമില്ല. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലെത്തിട്ട് പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ ചെവിളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിയിക്കും. അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ ഇവിടെ വെച്ച് മഹത്വപ്പെടുത്തും. നിന്റെ രക്ഷവന് കാണിച്ചു കൊടുക്കും. ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. 35-ാം പുറത്തുള്ള സൈന നമസ്കാരം. ഞങ്ങൾക്കുള്ള കർത്താവേ, ജ്ഞാനിക നിദ്രയൊഴിഞ്ഞിട്ടു ഉണവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നതിൽ ഈയടിയാനുള്ള ഉറക്കം കർത്താവേ നിന്റെ മുൻപിൽ ദോഷം കൂടാതാകണമേ. നുണച്ചയിൽ ഞാൻ ചതിപ്പെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴവന്നാകിൽ ആർദ്രമദേശമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയാൽ നല്ലയുറക്കമെനിക്കുന്നിതാ. ആകാശനമശുദ്ധിയിൽ നീ എന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാ ശാന്തി തരേണം രാമുഴുവൻ. ആകാനിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എന്റെ ശരീരം കാപ്പാനാം. വെളിവിനുടെ മാലാകേ എനിക്ക് നീ തരണം കർത്താവേ. ദേശതപ്പെട്ടോരീച്ചയിൽ നിന്നെ നിരക്ഷിച്ചു കൊള്ളണമേ.
ഉയരേകും നിന്ദേഹത്തെ ഞാൻ അനുഭവിച്ച അതിനാലേ ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസഭയാൻ നിന്റെ കാം നിൻ ശ്രേഷ്ഠിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടുകിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി എന്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നോടയവനെ നിന്നോടു തന്നെ യാചിപ്പോ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായ ജീവനണിച്ചവനെ എന്നെ വ്യസനത്തിലാക്കാൻ സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ സ്ലീവ മരണത്താൽ എന്റെ ആയുസ്സു കാക്കണമേ. ഞാനുണരും നേരത്തെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എന്റെ നിദ്രാവേള നിന്റെ ഉപവിഞ്ഞി കാട്ടണമേ. എന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി നിന്റെ മനോഗുണം മതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതോ നീതി വിളങ്ങുണ്ടാകും നീ ഞങ്ങളുടെ രക്ഷനാമസിക നാദാടിയാർക്കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്കു അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. കർത്താവേ, നിനക്കു സ്തുതി, നിനക്കു സ്തുതി, സ്തുതി നിനക്കു സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവുകൂടാതെ നിനക്കു സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകണമേ. റിലൈസോൻ തന്റെ പീഡാനുഭവത്താലേ വഴിതെറ്റി ഞങ്ങളെ ഞങ്ങളെ രക്ഷിച്ചാതമ്പുരാനെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യും. തന്റെ വിടാനുഭവത്താലേ ഞങ്ങളെ രക്ഷിച്ചാതമ്പുരാനെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പീഡാനുഭവത്താലേ തന്റെ പീഡാനുഭവത്താലേ
ഞങ്ങളെ രക്ഷിക്കാതെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ. വിശുദ്ധ റൂഹായിക്കും പുകഴ്ച വന്ദനം. നിന്നോടെ അടിയാരില്ലയും ചൊരിഞ്ഞേടണമേ നീ. മേലുള്ള ശാലേം വാതിൽ തുറന്നിട്ടു മസിഹ സിംഹാസനെ പ്രാർത്ഥനയെത്തണമേ. സ്തുതിയേ കർത്താവേ നിത്യ ശരണമേ സ്തുതിയേ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, ശ്രേഷ്ഠസ്ഥലത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ കർത്താവിന് ബഹുമാനം നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കണ്ണുകളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്നേഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഒന്നുവാനിക്കുന്നതിനായ വാഴ്ത്തുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചെയ്തവന് സ്തുതി. ഉണ്ടായിരിക്കട്ടെ. ദൈവമായ ശിവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അവസാനത്തെ അവിടുന്ന് ഇപ്രകാരം കൽപ്പിച്ചാരുളി ചെയ്തു. ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവനോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് തീർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചുകൊണ്ടുപോവുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിനൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛന വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. അക്കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും
സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്നാരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത്? കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും എന്നോർത്തുകൊള്ളുവിൻ. ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോടതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാറുകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെടുപടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. നമ്മുടെ കർത്താവിന് ബഹുമാനം, നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ പിതാവിനും ജനിച്ചനും പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചനും ശിക്ഷയില്ലാത്തവനും സത്യത്തിൽ പിതാവിനോടെ എത്തുള്ളവനും സകല സൃഷ്ടിക്ക് മാത്രമായവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചിടക്കപ്പെട്ട് തിരുപ്രകാരം 3-ാം ദിവസം ഉയർന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ തിരുവാനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജയിച്ചവരെയും മെച്ചരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതത്തോടിനെയും തീരുമാനിക്കുന്നതിനുമായ യേശുശായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ടെ പുത്രനും വന്ദിക്കപ്പെട്ടതിനും ദിവന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചതുമായ പുസ്തകമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപോജനത്തുള്ള നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചിടേൽപ്പിനും ഒരു ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമീൻ. എല്ലാവർക്കും ക്രിസ്തീയ കീർത്തനങ്ങളിൽ 74-ാമത്തെ ഗീതം, ഹിം നമ്പർ 74 പാടുന്നതായ സമയത്ത് സ്തോത്ര കാഴ്ച അർപ്പിക്കും. വാഴ്ത്തിയിടുന്നു നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ എന്റെ രക്ഷകനെ, നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. മലമുകളിൽ നടന്നു പോയോനേ, പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. തൃപ്പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ എന്റെ രക്ഷകനെ, നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ, നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്.
ഞങ്ങൾക്ക് ജീവനും ജീവിതവും സാധ്യതകളും നൽകി ഇന്നുവരെ ഞങ്ങളെ കരുതിയ ദൈവമേ, ഈ ഭൂമിയെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മകളിൽ നിന്ന്, അങ്ങയുടെ പക്കൽ നിന്ന് പ്രാപിച്ചതിൽ നിന്നൊക്കെ വേർതിരിച്ച് സന്തോഷത്തോടെ അർപ്പിച്ച് കാഴ്ചകളെ കൈക്കൊള്ളണമേ. പ്രയോജനകരമായ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്നിൽ ബലം കണ്ടെത്തിക്കൊണ്ട് കർത്താവെ, നന്ദിയുള്ളവരായി കൃപയുടെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുമില്ല എന്ന് സമ്മതിക്കുകയും ഞങ്ങളുടെ ഈ എളിയ കാഴ്ചകൾ അവിടെ നിന്ന് കൈക്കൊള്ളുകയും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ഞങ്ങളെയും ഞങ്ങളുടെ ഈ സമർപ്പണത്തെയും കൈക്കൊള്ളുകയും ചെയ്യുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. നാളെ വൈകിട്ട് സന്ധ്യ നമസ്കാരം 6:30 മണിക്ക് ഉണ്ടായിരിക്കുമല്ലോ. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് പെസഹായുടെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച വൈകുന്നേരവും 6:30 മണിക്ക് പെസഹായുടെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വെള്ളിയാഴ്ചയുടെ നമസ്കാരം നടത്തപ്പെടുന്നതാണ്. 3 ഭാഗങ്ങളുമായി നടത്തപ്പെടുന്ന ശുശ്രൂഷ. തുടർന്ന് സന്ധ്യയ്ക്ക് 6 മണിക്ക് സന്ധ്യ നമസ്കാരവും ഉണ്ടായിരിക്കും. ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ഉയർപ്പിന്റെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ഉയർപ്പിന്റെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും. അതോടുകൂടി ഈ വർഷത്തെ നമ്മുടെ വലിയ നോമ്പിന്റെ ശുശ്രൂഷകൾ, ഹാസായുടെ ശുശ്രൂഷകളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും സംബന്ധിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ദാനധർമ്മങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും വചനധ്യാനത്തിനും ഉപവാസത്തിനും നമ്മളുടെ സമയമൊക്കെ ചെലവഴിക്കുവാൻ തക്കവണ്ണം നാം സമയം കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. കുടുംബങ്ങളിൽ നാം പ്രത്യേകമായി ഈ ഒരാഴ്ചക്കാലം നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്രകാരം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഉപവോഷണവാരത്തിന്റെ ഒരു സമർപ്പണ സമയമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്കായിട്ട് നൽകപ്പെടണം എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമുക്കെല്ലാവർക്കും സമ്മതിപ്പാൻ തക്കുന്ന വലിയവനായ ദൈവം അവിടുത്തെ കരം നീട്ടി നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുകയും നമ്മുടെ രോഗികൾക്ക് സൗഖ്യവും, ആശ്വാസമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് വിടുതലും ദൈവം നമ്പുരാൻ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം, അന്യോന്യം ബലപ്പെടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് സുവിശേഷ ഭാഗമായി വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞ് പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, വചനത്തിന്റെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ആമേൻ. യേശു തമ്പുരാൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് മുന്നോട്ടുള്ള കുരിശിങ്കിലേക്ക് അടുക്കുന്ന
സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണല്ലോ ഈ ദിവസങ്ങളെല്ലാം തന്നെ ധ്യാനിക്കുക. എന്നാൽ ഇവിടെ എല്ലാം തന്നെ ഉറപ്പിച്ച് നമ്മോട് പറയുന്നൊരു കാര്യം, നാം എല്ലാവരും ഞാൻ പോയാലും നിങ്ങൾ ഒരുക്കമുള്ളവരായി ഞാൻ ചേർത്തുകൊള്ളുവാൻ വരുമ്പോൾ നിങ്ങൾ എന്നോട് കൂടെ പാർക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ പോയി കഴിഞ്ഞ് വീണ്ടും വരുന്നതായുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേറ്ററി പീരീഡാണ്, ഒരുക്കത്തിന്റെ കാലമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും. അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം ഈ ലോകത്തിലെ സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. യേശു തമ്പുരാൻ നമുക്കറിയാം, നമ്മൾ ഞായറാഴ്ച വൈകിട്ട് ധ്യാനിച്ചപ്പോൾ പറയുകയുണ്ടായല്ലോ, ദേവാലയത്തിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് യേശു തമ്പുരാന്റെ പ്രവൃത്തികളെ കാണിക്കുന്നു. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിന്റെ മനോഹാരിത കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു തമ്പുരാൻ ദേവാലയത്തെ ശുദ്ധീകരിച്ച് എന്തിനാണ്? ഇത്ര മനോഹരമായി പണിതിരിക്കുന്ന ദേവാലയം, അതിന്റെ മനോഹാരിത കാണുക, അതിനായിട്ടല്ല യേശു സമയം കണ്ടെത്തിയത്. അത് കാണുവാനായിട്ട് യേശു ശ്രമിക്കുന്നില്ല എന്നൊരു പക്ഷേ ശിഷ്യന്മാർക്കുള്ളൊരു പരാതിയാണ്. എന്നാൽ നമുക്ക് കാണാം, ഒത്തിരി ആളുകൾ ഈ ദേവാലയത്തിന്റെ മഹത്വം കാണുവാൻ വേണ്ടി, മനോഹാരിത കാണുവാൻ വേണ്ടി ഒക്കെ തന്നെ വന്നു ചേരുന്നു. അങ്ങനെ ഒത്തിരി അധികം ഭക്തജനങ്ങൾ പല സ്ഥലത്തും ദേവാലയ ഭക്തിയിൽ വന്നു ചേരുന്നുണ്ട്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, തമ്മിലും മറ്റുള്ളവർ സംസാരിക്കുന്നതും അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുവിനോട് ദേവാലയത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് ഇവിടെ ശിഷ്യന്മാർ പറയുന്നു. ദേവാലയത്തിന്റെ പണി അതൊന്ന് കാണേണ്ടതാണ്. അത് യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ശിഷ്യന്മാർ. ഇവിടെ നമുക്ക് കാണാം, യേശു തമ്പുരാൻ ഈ ദേവാലയത്തിന് അതിവിദൂര ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് പറയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ശിഷ്യന്മാർക്കും സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഒലിവ് മലയിൽ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് യേശു ദേവാലയത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് കൂടുതൽ വിശദമായി കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യേശു പറഞ്ഞു, ഈ ദേവാലയത്തിലെ കല്ല് കല്ലിന്മേൽ ശേഷിക്കത്തില്ല, ഇത് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 3-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഒലിവ് മലയിൽ അവൻ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും? ദേവാലയത്തിൽ വെച്ച് പറഞ്ഞല്ലോ ഇതെല്ലാം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞെങ്കിൽ അതെപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്. യേശുവിനും ശിഷ്യന്മാർക്കും ദേവാലയത്തെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട ദേവാലയം, അതാണ് യേശു തമ്പുരാൻ കൊടുത്തിരുന്ന പ്രാധാന്യം. അതൊരളവ് വരെ യേശു തമ്പുരാന് സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് കാണാം, എത്രയോ കച്ചവടക്കാർ റോമൻ നാണയമാണ് ദേവാലയത്തിന് പുറത്ത് പ്രചാരത്തിലുള്ളത്. എന്നാൽ ആ നാണയം കൊണ്ട് ദേവാലയത്തിലെ കാര്യങ്ങൾക്ക് പറ്റില്ല. ഉണ്ട് വെളിയിലുള്ള നാണയം ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന നാണയത്തിലേക്കുള്ളതായ എക്സ്ചേഞ്ച്, അതിനുവേണ്ടി ഉള്ളതായ കൗണ്ടറുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ റേറ്റുകളിലൊക്കെ തന്നെ പലപ്പോഴും വ്യത്യാസം വരുത്തി ലാഭമുണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്ന കച്ചവടക്കാർ. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്,
ഇതിപ്പോൾ കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുകയാണ് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശു തമ്പുരാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അമിതമായ വില കൊടുക്കുന്ന, വില ഈടാക്കുന്ന പീഠങ്ങളൊക്കെ മറിച്ചു കളയുന്നുണ്ട്. അതേസമയം കുരുടരും മുടന്തരും യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ വളരെ ശാന്തതയോടുകൂടിയാണ് അവരുമായിട്ടൊക്കെ ഇടപെടുന്നത്. എന്നാൽ അനീതിക്കാരെ കാണുമ്പോൾ കർത്താവ് ചാട്ടവാറെടുക്കുന്നെങ്കിൽ, സാധുക്കളെ കാണുമ്പോൾ, വേദനപ്പെടുന്നവരെ കാണുമ്പോൾ അവിടുത്തെ മനോഭാവം വ്യത്യസ്തമാണ്. നമ്മുടെ കർത്താവ് തീർത്തും നീതിയുള്ളവനായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുക. ഇവിടെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, രണ്ടാമത്തെ വരവ്, ലോകത്തിന്റെ അവസാനം എന്തടയാളമാണ് ചോദിക്കുകയാണ്. യേശു തമ്പുരാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു തമ്പുരാൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുടെ ഒരു എസൻസ് എന്ന് പറഞ്ഞാൽ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് അത്ഭുത പ്രവൃത്തികൾ ചെയ്ത് തങ്കലേക്ക് ആളുകളെ ആകർഷിക്കുന്ന നല്ല ക്രിസ്തു. അതുകൊണ്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിപ്പോയിക്കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഓർത്തിരിക്കണം, അവസാനത്തോളം സഹിച്ചു നിൽക്കുക എന്നുള്ളത്. കർത്താവിന്റെ കഷ്ടപ്പാടുകളെയും ക്രൂശുമരണത്തെയും ഒക്കെ തന്നെ നാം ധ്യാനിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ക്രൂസിന്റെ കഷ്ടതയും സഹനവും വേദനയും ഒഴിവാക്കി ഇതൊന്നുമില്ലാതെ തന്നെ നിനക്ക് രക്ഷയുടെ അനുഭവം സാധ്യമാകുമെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ക്രൂസിന്റെ സ്നേഹം അത് നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. നശിച്ചു പോകുന്നവർക്കാണെങ്കിൽ അത് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവിന്റെ രക്ഷാമാർഗം അറിയിക്കുന്നതാണ് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് ക്രൂസിന്റെ മാർഗം തെരഞ്ഞെടുത്ത് അതിനെ പ്രസംഗിക്കുന്നവരാകണം നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ആ വചനത്തെ പ്രസംഗിച്ചു കഴിയുമ്പോൾ ക്രൂസിന്റെ സ്നേഹത്തെ എവിടെയെല്ലാം എത്തിക്കാമോ, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വലിയതായ ക്രൂസിന്റെ സ്നേഹം നിങ്ങൾ എത്തിച്ചു കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം എത്തിച്ചേരും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ക്രൂസ് എവിടെ നിൽക്കുന്നു, ആ സ്നേഹം എവിടെ നിൽക്കുന്നു, ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ ആത്മപരിശോധന കഴിക്കേണ്ടുന്ന ഒരു ചിന്തയാണ്. ക്രൂസിന്റെ സ്നേഹത്തിൽ നിന്ന് നാം എത്രമാത്രം അകന്നിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ആത്മപരിശോധന കഴിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ക്രൂസിന്റെ സ്നേഹം വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്, സ്വീകരിക്കുന്ന സ്നേഹമാണ്, കൈക്കൊള്ളുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരത്തിന്റെ പ്രാർത്ഥനയിലൊക്കെ അപേക്ഷിക്കുന്നത്, കുരിശിൽ വച്ച കള്ളൻ, ആ പാവനിയായ സ്ത്രീ, ചുങ്കക്കാരൻ, ഇവരുടെയൊക്കെ അനുതാപത്തെ കൈക്കൊണ്ടവനായ ദൈവം. അതുകൊണ്ട് അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സുവിശേഷം ക്രൂസിന്റെ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ ഏവരെയും ചേർത്തുകൊള്ളുന്ന ദൈവസ്നേഹത്തെ കുറിച്ചുള്ളതായ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിച്ചു കഴിയുമ്പോൾ ഓർത്തിരിക്കണമേ, അപ്പോഴാണ് അവസാനം എത്തിച്ചേരുക എന്നുള്ളത്. അതുകൊണ്ട് ഇതാ, ഇവിടെ, അവിടെ എന്നൊന്നും പറഞ്ഞാൽ കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ അനേകം വൃതന്മാരെ തെറ്റിപ്പാനായി മരുഭൂമിയിലെന്നും അറകളിലെന്നും ഒക്കെ പറഞ്ഞു വന്നാൽ നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുതേ. ക്രിസ്തുവിന്റെ സ്നേഹം, കുരിശിലൂടെ വെളിപ്പെട്ട സ്നേഹത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചഞ്ചലപ്പെടാതെ നിലനിൽക്കുവാനായിട്ട് സാധിക്കൂ. സ്ഥിരതയുള്ളവരും ഉറപ്പുള്ളവരുമായിരിക്കുവാനായിട്ട് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയും ആ സ്ഥിരതയോടുകൂടെ നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം തികയ്ക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
എല്ലാ വർഷവും ഈ പീഡാനുഭവം ആരും കൊണ്ടാടുന്നുണ്ട്? ഈ ക്രൂശിന്റെ സ്നേഹത്തിന് മുമ്പാകെ നമ്മെ തന്നെ വീണ് നമ്മെ തന്നെ സംസ്കരിച്ച് ദൈവം മുമ്പാകെ വിനയപ്പെടുന്നുണ്ട്, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ക്രൂശിന്റെ സ്നേഹമാണ് നിന്നെ പിടിച്ചു നിർത്തുക, നിന്നെ നിലനിർത്തുക. അതാണ് ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളത്. ആ വിട്ടുകൊടുക്കുന്നു, ആ കരുതുന്നു, ആ സഹനത്തിന്റെ വഴിയെ ജീവിക്കാനായിട്ട് ദൈവമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അത്തരത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകും. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ നമ്മെ ചേർക്കുവാൻ എഴുന്നള്ളി വരുന്നവനാണ്. കർത്താവ് പല വാഗ്ദാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഓർക്കുവാനായിട്ടുള്ള സമയമല്ലല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. എന്നാൽ നാം അത്യന്തികമായി ഓർത്തിരിക്കേണ്ടത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഞാനും നിങ്ങളും ക്രൂശിന്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഒരാൾക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസനീയമാക്കുമാറാത്തന ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ അനുഗ്രഹിക്കപ്പെട്ട ദൈവമാതാവേ, പീഡാനുഭവ ആഴ്ചയിലെ സന്ധ്യാസമയത്ത് കർത്താവേ, പാവികളും ദോഷികളും വടികളുമായ കർത്താവേ, പല ഭവനത്തിലായ ഞങ്ങൾക്ക് ഒന്നിച്ചു നിന്റെ ദേവാലയത്തിന്റെ തണലായിരിക്കാൻ ദൈവമേ നീ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങൾ കേട്ട വചന സത്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ചഞ്ചലപ്പെടുവാൻ ഇടവരുത്തരുതേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പലരും ഞങ്ങളെ തെറ്റിക്കാനായിട്ട് വരും കർത്താവേ. അവിടെ ഇവിടെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തെറ്റിപ്പിക്കും കർത്താവേ. അതിലൊന്നും ദൈവം അകപ്പെട്ടു പോവാൻ ദൈവം ഇടവരുത്തരുതേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകമോ അതിന്റെ മോഹം ഒഴിഞ്ഞു എന്ന ദൈവേഷ്ടം ചെയ്യുന്ന എന്നേക്കും നിലനിൽക്കും കർത്താവേ. ദൈവമേ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമാർത്താവേ, ഞങ്ങളുടെ ഓരോ പൂക്കളും നിന്നിൽ ആരംഭിച്ച് നിന്നിൽ പൂർത്തീകരിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പോകേണ്ടുന്ന പാത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ദൈവ തെറ്റുകുറ്റകളിൽ ദൈവം അകപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവയെ തിരുസനെ സ്ഥാപിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇടവയിൽ ഭാരത്തിലും രോഗത്തിലും ക്ഷീണത്തിലും കഴിഞ്ഞ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, നീ അവർക്ക് ദൈവമാർത്താവേ ആശ്വാസം ദൈവമേ നീ കൊടുക്കണമേ. നിന്റെ ആണിപ്പുര കരുന്നിട്ട് ദൈവമേ നീ സൗഖ്യം കൊടുക്കണേ. നീ പരമവൈദ്യനാണല്ലോ കർത്താവേ. ദൈവമാർത്താവേ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ രോഗികളോടെല്ലാം കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമാർത്ത അച്ഛനെയും കൊച്ചുമേയും കുഞ്ഞുങ്ങളെയും തിരുസന്നെ സ്ഥാപിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമാർത്താവേ, ഞങ്ങൾക്ക് വേണ്ടുന്ന നല്ല ദൂതുകൾ തന്ന ദൈവമാർത്ത നിന്റെ മക്കളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാട്ടിലായിരിക്കുന്ന അമ്മച്ചിക്കാട്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമാർത്താവേ, സഹോദരങ്ങൾ എല്ലായിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ കാവലും സൂക്ഷിപ്പുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് വന്ന് കൂടപ്പെട്ട എല്ലാവരുടെ ഭവനങ്ങളെയും എല്ലാവരുടെ ആവശ്യങ്ങളെയും തിരുസന്നെ സ്ഥാപിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിവില്ല കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളൊന്നും കണക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും തൃപ്പാത്തി സഭ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായി പിശാചുക്കൾക്ക് ഭയങ്കരവും മാലാഖമാർക്ക് ബഹുമാന്യവും ആയ ദൈവപുത്രന്റെ വന്യമായ ശ്ലീബാരാപ്പുകൾ നമ്മെ കാത്ത് മറച്ചുകൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണികളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്ത്
നമ്മുടെ ആയുഷ്കാലം മുഴുവനും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ നമസ്കാര ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തന്റെ ഉന്നതമായ സിംഹാസനത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ശാന്തമായി